മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അടപ്പൂരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനം ചോദിക്കലും അത് കോൺഗ്രസ് കൊടുത്തത് എന്നുള്ളതും കേരളത്തിലെ സകല സുബോധമുള്ള ആളുകൾക്കും അറിയാവുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ വളരെ വലിയൊരു കൃത്യമായിട്ടുള്ളൊരു ചിത്രം പാണക്കാട്ട് നിന്നാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്ന കൃത്യമായിട്ടുള്ളൊരു ചിത്രമാണ് സന്ദീപ് വാര്യര് പാണക്കാട്ടേക്കുള്ള പോക്കോട് കൂടിയിട്ട് കേരള പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്. അല്ല, ഒരു കോൺഗ്രസിന്റെ ഘടകകക്ഷിക്ക് 5ാം മന്ത്രിയോ എത്ര മന്ത്രിയും കൊടുത്താൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്ന സകല ആളുകളോടും വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം മുന്നോട്ട് വെക്കാനുണ്ട്. കോൺഗ്രസിന്റെ ഘടകകക്ഷികൾക്ക് ഇനി എല്ലാ മന്ത്രിസ്ഥാനം കൊടുത്താലും ഇവിടെ നിഷ്പക്ഷരായിട്ടുള്ള മറ്റു പാർട്ടികളിലുള്ള ആർക്കും തന്നെ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് കേരള പൊതുസമൂഹത്തിൽ വലിയൊരു മുറിപ്പാടുണ്ടാക്കി എന്നുള്ളത് ചെറുതല്ലാത്ത ഉണങ്ങാത്ത ഒരു മുറിപ്പാടുണ്ടാക്കി എന്നുള്ളത് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനം എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്ത് 2000-ത്തിലധികം പാർട്ടികൾ രജിസ്റ്റർ ചെയ്ത പാർട്ടികൾ തന്നെയുണ്ട്. എന്നാൽ അതിൽ ഒന്നുപോലും മതത്തിന്റെ പേരിലുള്ള ഒരു പാർട്ടിയുമില്ല. എന്നാൽ മുസ്ലിം ലീഗ് എന്ന് പേരിട്ടിട്ടുള്ള ആ പാർട്ടിക്ക് 5ാം മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ ചർച്ചയാവും. അത് ചർച്ചയായതിന്റെ റിസൾട്ട് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനം എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയുന്നതാ. സന്ദീപ് വാര്യര് അംഗത്വമെടുത്ത് ആദ്യം ഓടിയത് പാണക്കാട്ട്, അല്ലാതെ AICC ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഒന്നുമല്ല ഓടിയത്. ആദ്യം ഓടിയത് പാണക്കാട്ടേക്ക്. ഇനി ഘടകകക്ഷി നേതാവാണ് മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ UDFിലെ ഏറ്റവും സീനിയർ നേതാവ്, ഘടകകക്ഷി നേതാവ് ആരാ? PJ ജോസഫ് അല്ലേ? അദ്ദേഹത്തിന്റെ അടുത്തേക്കല്ലായിരുന്നോ ഇനി ഒരു ഘടകകക്ഷിയുടെ സീനിയർ നേതാവ്? അത്തരമുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള കാര്യം മുന്നോട്ട് വെച്ച് പോവുകയാണെങ്കിൽ പോവേണ്ടിയിരുന്നത് PJ ജോസഫിന്റെ അടുത്തേക്ക് പോയിട്ടില്ല. ഒരു മുസ്ലിം ലീഗ് മാത്രമൊന്നല്ല ഇവിടെയുള്ള കോൺഗ്രസിന്റെ ഘടകകക്ഷി എന്നൊക്കെ കേരളത്തിലെ സകല സുബോധമുള്ള ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയാവുന്നതാണ്. സന്ദീപ് വാര്യർ ഡയറക്റ്റ് ആയിട്ട് ആദ്യം തന്നെ ഓടിയത് പാണക്കാട്ടേക്ക്. ഇത് കൃത്യമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു. കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് പാണക്കാട്ട് നിന്നാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം സന്ദീപിനാൽ കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. സന്ദീപ് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയത്, അത് കോൺഗ്രസ് സ്വീകരിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ വലിയൊരു തിരിച്ചടിയാണ് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ സകല കോൺഗ്രസുകാർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് വളരെ വലിയ ഗുണം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. RSS എണ്ണയിട്ട യന്ത്രം പോലെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പണിയെടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു ലളിതമായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള K. സുരേന്ദ്രന് ഒരു പത്രസമ്മേളനമൊക്കെ വിളിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മളൊക്കെ തന്നെ കാണാറുണ്ട്, BJPയിൽ തന്നെ പല രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകൾ സുരേന്ദ്രനെതിരെയൊക്കെ പല രീതിയിലും കമന്റ് ഇടുന്നതായിട്ടൊക്കെ. എന്നാൽ ഇന്നൊക്കെ K. സുരേന്ദ്രന്റെ പത്രസമ്മേളനങ്ങളുടെ കമന്റ് ബോക്സുകളിൽ നമ്മുടെ കേരളത്തിലെ ഏതൊരു പ്രമുഖ മാധ്യമത്തിന്റെയും K. സുരേന്ദ്രൻ വിളിച്ചതിന്റെ കമന്റ് ബോക്സുകളിലൊക്കെ ഒന്ന് പോയി നോക്കണം. ഇക്കാലം അത്രയും കാണാത്ത തരത്തിൽ വളരെ വലിയൊരു ഐക്യം BJPയിൽ രൂപപ്പെട്ടിരിക്കുന്നു. K. സുരേന്ദ്രനെതിരെ ഒരു അക്ഷരം പോലും ഒരു പാർട്ടി പ്രവർത്തകനും പറയാത്ത തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളിൽ വളരെ വലിയ
ഐക്യമുണ്ടായിരിക്കുന്നു. ആ ഐക്യത്തിന്റെ കെട്ടുറപ്പായിട്ട് RSS കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഈ ഒത്തൊരുമയെ തകർക്കാനൊക്കെ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത് എന്ന് കൃത്യമാണ്. വളരെ വ്യക്തമായിട്ട് LDF ഇത് ആയുധമാക്കിക്കൊണ്ട് പ്രചരണം വളരെ വലിയ രീതിയിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സന്ദീപ് വാര്യരെ എങ്ങനെയാണ് കോൺഗ്രസ് സ്വീകരിക്കുക, അത് സ്വീകരിച്ചാൽ ഏത് തരത്തിലാണ് എന്ന് പിണറായി വിജയൻ മുതൽ താഴെ തട്ടിലുള്ള സാധാരണ CPM-ന്റെ പ്രവർത്തകൻ വരെ പാലക്കാട്ടെ മണ്ണിൽ നിന്ന് ചോദ്യം ചോദിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ കൃത്യമാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസ് സ്വീകരിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് വളരെ വലിയൊരു ഗുണകരമായിട്ടുള്ള കാര്യവുമായിട്ടാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മുനമ്പം വിഷയമാണ്. ഈ മുനമ്പം വിഷയം ഒന്ന് ഒത്തുതീർപ്പാക്കണമെങ്കിൽ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഒത്തുതീർപ്പാവില്ലേ? സകല ആളുകളും ലളിതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇടതുപക്ഷത്തിന്റെയും പ്രധാനപ്പെട്ട ലീഡേഴ്സ്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്, മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഇരുന്ന് 1 മണിക്കൂർ ചർച്ച ചെയ്ത് 600-ലധികമുള്ള പാവപ്പെട്ടവരുടെ കിടപ്പാടം അവർക്ക് തന്നെ കിട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ ഇവരുടെ സ്വന്തക്കാരല്ലേ? മുസ്ലിം ലീഗിന്റെയും അതേപോലെ തന്നെ LDF-ന്റെയും ഇതുപോലെയുള്ള കോൺഗ്രസ് ഇവരൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനം തന്നെയല്ലേ ഈ വഖഫ് ബോർഡ് എന്നൊക്കെ പറയുന്നത്. ആ ഒരൊറ്റ ഇരുത്തം, ഒരൊറ്റ മണിക്കൂർ ഇരുന്നാൽ പിന്നെ ഇവര് വലിയ ശത്രുക്കളാണ് എന്നൊക്കെ ഇവർ ഭാവിക്കല്ലേ? കേന്ദ്രത്തിലെത്തുമ്പോൾ ഇവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? ഒരേ ആളുകളല്ലേ ഇവരൊക്കെ തന്നെ, ഒരേ ടീമുമല്ലേ? അപ്പോ മുനമ്പം വിഷയം അവസാനിപ്പിക്കണമെങ്കിൽ കോൺഗ്രസ്, CPM, മുസ്ലിം ലീഗ് ഇവരൊന്ന് ഒരുമിച്ചിരുന്ന് 1 മണിക്കൂർ ചർച്ച ചെയ്താൽ തീർക്കാവുന്ന വിഷയമാണ് എന്നുള്ളത് പാലക്കാട്ടെ ജനങ്ങളൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മുനമ്പം വിഷയം കൃത്യമായിട്ട് പാലക്കാട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം ശക്തമായിട്ട് LDF ഒരു ഭാഗത്ത് പ്രചരണ ആയുധമാക്കിയിട്ട് മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടിയിൽ വളരെ വലിയൊരു ഐക്യം രൂപപ്പെട്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു വിജയം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു തിരിച്ചടിയാണ് എന്നുള്ളത് റിസൾട്ടിന് ശേഷം മാത്രമേ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർക്ക് മനസ്സിലാവൂ എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം.